കരൺ തേജ്പാലിന്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ആമസോൺ പ്രൈം വീഡിയോ ഒറിജിനൽ സിനിമയാണ് സ്റ്റോളൻ. ഈ സിനിമയുടെ തുടക്കത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ഇതിലെ ചില കഥാപാത്രങ്ങൾ എന്തിനാണ് എളുപ്പത്തിൽ ഊരിപ്പോരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും വെറുതെ പ്രശ്നങ്ങളുടെ പുറകെ പോകുന്നത് എന്ന് നമുക്ക് തോന്നും. ഏതാണ്ട് സിനിമയുടെ പകുതി എത്തുമ്പോഴാണ് ഇതിലെ ഒരു കഥാപാത്രത്തിന് അതിലെ നിസ്സഹായിയായ സ്ത്രീയെ സഹായിച്ചേ മതിയാകൂ എന്നതിൽ വാശി പിടിക്കുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നത്. 24 മണിക്കൂറിന് താഴെ നടക്കുന്ന സംഭവങ്ങളാണ് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. അതിലൂടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കാരണം സമൂഹത്തിൽ നടക്കുന്ന ഗുരുതരമായ പല സംഭവങ്ങളെക്കുറിച്ചുള്ള മികച്ച ഒരു പൊളിറ്റിക്കൽ കമന്ററി ആകാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഗൗതം തന്റെ അനിയനായിട്ടുള്ള രമണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. സ്റ്റേഷന്റെ ഉള്ളിലെത്തുമ്പോഴാണ് ഒരു ബംഗാളി സ്ത്രീയുടെ മകളെ കടത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് രമണിനെ ആളുകൾ കയ്യേറ്റം ചെയ്യുന്നത് ഗൗതം കാണുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ എളുപ്പത്തിൽ മാറ്റാൻ പറ്റിയെങ്കിലും പോലീസിനൊപ്പം ആ കാണാതായ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ രണ്ട് സഹോദരന്മാരും എത്തിപ്പെടുകയാണ്. ആ യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 24 മണിക്കൂറിൽ താഴെയുള്ള സമയത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അഭിഷേക് ബാനർജി അവതരിപ്പിച്ചിട്ടുള്ള ഗൗതം എന്ന കഥാപാത്രത്തെ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതും ഏറ്റവും അവസാനം കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ തന്നെ സിസ്റ്റം കാര്യക്ഷമമല്ലെങ്കിൽ കാര്യങ്ങൾ എത്രത്തോളം ഭയാനകമാകും വിധം മാറും എന്നത് നമുക്ക് മനസ്സിലാകും. തീമാറ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആളുകളോട് നിശബ്ദരാവാതെ പ്രതികരിക്കണമെന്ന് പറയുന്ന ഒരു ഉപദേശ സ്വഭാവം സിനിമയ്ക്കുണ്ട്. പക്ഷെ അതൊരിക്കലും ഡയലോഗിലൂടെ നമ്മളിലേക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ സിനിമ ശ്രമിക്കുന്നില്ല. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഗൗതം ഭൂരിഭാഗം ആളുകളെയും പോലെ എന്തിനാണ് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ തലവെക്കുന്നത് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. സംവിധായകനായ കരൺ തേജ്പാലിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന ആളാക്കാൻ പാകത്തിനുള്ള ഇവന്റുകൾ തിരക്കഥയിൽ ഡിസൈൻ ചെയ്യുക എന്നതാണ്. ഗൗരവ് ദിങ്കർ എഴുതിയിട്ടുള്ള തിരക്കഥ ക്ലീഷേകളെ പൊളിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ഊഹിക്കാൻ സാധ്യതയുള്ള സംഭവമല്ല ഈ സിനിമ എന്ന് കാണിച്ചുകൊണ്ടാണ്. ഈ സിനിമയിൽ ഒരു ഘട്ടത്തിൽ പോലീസുകാർക്കൊപ്പം പോകുമ്പോൾ സഹോദരന്മാർക്ക് വഴി തെറ്റുന്നുണ്ട്. അവിടെ വെച്ച് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവരുമായിട്ട് തർക്കത്തിലാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയായിരിക്കും ഇവരുടെ യാത്ര കൂടുതൽ കുഴപ്പം പിടിച്ചതാവാൻ പോകുന്നത് എന്ന്. പക്ഷേ ആ ഒരു പോസിബിലിറ്റിയെ അപ്പം തന്നെ തിരക്കഥ അടച്ചു കളയുകയാണ്. ഇതുപോലെ ട്രാജഡി ആകാൻ സാധ്യതയുള്ള നമ്മൾ ഊഹിക്കുന്ന പല ട്രാക്കുകളെയും തിരക്കഥ ആ രീതിക്ക് മാറ്റിപ്പിടിക്കുന്നുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് സിനിമയ്ക്കുള്ളതെങ്കിലും അതിനെ ഒരിക്കലും ഈ ലോകം വളരെ മനോഹരമായ സ്ഥലമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലല്ല സംവിധായകൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ആൾക്കൂട്ടങ്ങളുടെ സ്വഭാവത്തിന്റെ സൈക്കോളജിയും അതിന്റെ ഭീകരതയും കാണിക്കുന്നതിനോടൊപ്പം തന്നെ സരഗസി പോലെയുള്ള കാര്യങ്ങളിൽ സമൂഹത്തിൽ നടക്കുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളിലേക്കും സിനിമ പ്രേക്ഷകന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. പോസ് അടിക്കാതെ ഒറ്റ ഇരിപ്പിന് കണ്ടു തീർത്തു പോകുന്ന ഒരു ഗംഭീര ചേസ് സീക്വൻസ് ഈ സിനിമയിലുണ്ട്. ആ കുട്ടിയുടെ അമ്മയും ഈ രണ്ട് സഹോദരന്മാരും ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിന്റെ ഭീകരത കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് ആ ചേസ് സീക്വൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ആ ഭാഗത്തെ ടെൻഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഛായാഗ്രാഹകൻ ഇഷാൻ ഘോഷ് സിനിമയുടെ തുടക്ക ഭാഗങ്ങളിൽ വളരെ സമർത്ഥമായിട്ട് കാറിന്റെ ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് മുതലായവ ഉപയോഗിച്ച് കഥാപാത്രങ്ങളെ കൃത്യമായ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിട്ട് ഫ്രെയിമുകളിൽ ഒരു ഡ്രാമ സൃഷ്ടിക്കുന്നുണ്ട്. പശ്ചാത്തല സംഗീതം വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ സിനിമ ഉപയോഗിക്കുന്നുള്ളൂ. പല സ്ഥലങ്ങളിലും ടെൻഷൻ ബിൽഡ് ചെയ്യുന്നത് പൂർണ്ണമായും സൗണ്ട് ഡിസൈനിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ഗൗരവ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അഭിഷേക് ബാനർജിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചാലഞ്ച് കഥാപാത്രത്തിന്റെ ട്രാൻസിഷൻ വിശ്വസനീയമായ രീതിയിൽ ചെയ്യുക എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അറ്റാക്ക് ചെയ്യപ്പെടുന്ന സീക്വൻസ് മുതൽ ഗൗരവ് എന്ന കഥാപാത്രം മാറുന്നുണ്ട്. സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ ഈ കഥാപാത്രത്തിന് വേണ്ടി റൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ ബാനർജിക്ക് സാധിക്കുന്നുണ്ട്. മിയ മേൽസർ ആണ് കാണാതെ പോയ കുട്ടിയുടെ അമ്മ ജൂംബ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരമ്മയുടെ ആവലാതികൾ കാണിക്കുമ്പോഴും ആ കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി ഒരു മിസ്റ്ററി നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. സഹോദരന്മാരിൽ ഒരാളെ സഹായിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആള് ശുഭം വർദ്ധാൻ അവതരിപ്പിച്ചിട്ടുള്ള രമൺ എന്ന കഥാപാത്രമാണ്. ജുംബയെ സഹായിക്കാനുള്ള രമണിന്റെ തീരുമാനം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒന്നാണ്. ആ തീരുമാനത്തിന് പിറകിൽ അയാളെ അലട്ടുന്ന എന്തോ ഒരു സംഭവമുണ്ട് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ശുഭം ആ റോൾ പെർഫോം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കെ എൻ്റെ മനസ്സിലേക്ക് വന്ന വേറൊരു സിനിമ 2015 ഇറങ്ങിയ അനുഷ്ക ശർമ്മ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച NH10 ആണ്. പാതാൾ ലോകൊക്കെ എഴുതിയിട്ടുള്ള സുദീപ് ശർമ്മയാണ് ആ സിനിമയുടെ രചയിതാവ്. വിഷ്വൽ ലാംഗ്വേജിനും ട്രീറ്റ്മെന്റിനുമെല്ലാം നവദീപ് സിംഗ് സംവിധാനം ചെയ്ത NH10 ഒരു ചെറിയ സാമ്യം സ്റ്റോളനുണ്ട്. രണ്ട് സിനിമകളും കണ്ടു കഴിയുമ്പോൾ റൂറൽ ഇന്ത്യയിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു മരവിപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നും. 93 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സ്റ്റോളൻ അത്ര കംഫർട്ടബിളായി കാണാൻ പറ്റുന്ന സിനിമയല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രസക്തിയുള്ള പല കാരണങ്ങളാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്